നിങ്ങൾ ഇന്നലെ കണ്ടു കാണുമായിരിക്കുമല്ലോ ബിഗ് ബോസിലെ ഈ വീക്ക് എന്ന് വെച്ചാൽ ഫാമിലി വീക്കാണല്ലോ. ഈ ഫാമിലി വീക്കിൽ ഇന്നലെ ഷാനവാസിൻ്റെയും അനീഷിൻ്റെയും ഫാമിലി വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. നമുക്ക് സത്യത്തിൽ ഞാൻ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് തന്നെ എൻ്റെ കണ്ണ് നിറഞ്ഞു പോയി കേട്ടോ. കാരണം അത്രയ്ക്കൊരു സെൻറ്റിമെൻ്റൽ ഒരു ടൈമായിരുന്നു അത്. പ്രത്യേകിച്ച് അനീഷിൻ്റെ അമ്മയും സഹോദരനും കടന്നു വരണ സമയത്ത് നമുക്ക് ശ്രദ്ധിച്ചാലറിയാം, അനീഷിൻ്റെ മുഖം ഇങ്ങനെ നല്ല സൂം ചെയ്ത് നല്ല വലിയൊരു ഇങ്ങനെ ഫോക്കസ് ചെയ്ത് കാണിച്ചപ്പോൾ ഞാൻ കണ്ടിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ സിനിമയിൽ സിദ്ദിഖ് ഒക്കെ ആക്ട് ചെയ്യുമ്പോൾ അതിനകത്ത് ഇങ്ങനെ സിദ്ദിഖിൻ്റെയൊക്കെ ഈ ചുണ്ടും അല്ലെങ്കിൽ ഈ ഭാഗം ഇങ്ങനെ കിടന്നുകൊണ്ട് ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യും. ശരിക്കും പക്ക ഒരു ഫീലിംഗ് വരുന്ന ഒരു സാധനം. അതുപോലെ അനീഷിൻ്റെ ആ മുഖത്ത് ഇങ്ങനെ കാണിക്കുമ്പോൾ ഒരു വൈബ്രേഷൻ കാണിക്കുന്നു. അത് കണ്ടിട്ട് നമുക്ക് സത്യത്തിൽ പിടിച്ചു നിൽക്കാൻ പോലും പറ്റാത്തൊരു സാഹചര്യമായി പോയിരുന്നു കേട്ടോ. പിന്നെ ഇന്നലെ ടാസ്ക് അത് മാത്രമല്ല, ബിഗ് ബോസ് അവർക്കൊരു 7ൻ്റെ പണി തന്നെയായിട്ടായിരുന്നു കൊടുത്തിരുന്നത്. കാരണം ഈ ഫാമിലിയെ കാണണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ടാസ്ക് കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ അത് കാണാൻ പറ്റുള്ളൂ. അതിനകത്ത് ഷാനവാസ് പെട്ടെന്ന് തന്നെ ടാസ്ക് കംപ്ലീറ്റ് ചെയ്ത് ഒരുവിധം പോയെങ്കിലും അനീഷ് ഭയങ്കരമായിട്ട് മാനസികമായി ബുദ്ധിമുട്ടുന്ന ഒരു രീതി നമുക്കവിടെ കാണാൻ സാധിച്ചു കേട്ടോ. എന്താ പറയേണ്ടതെന്ന് അറിയില്ല. അവർക്ക് കൊടുത്തിരുന്ന ടാസ്ക് എന്ന് വെച്ചാൽ അവരുടെ ഫാമിലിയുടെ 2 ഫോട്ടോ ഇങ്ങനെ പസിൽസ് പോലെ ഇങ്ങനെ വെച്ചിട്ട് അത് അടുക്കി വെച്ച് അത് എത്രയും പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യുക. കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ ഈ നമ്മളിങ്ങനെ ഇപ്പോൾ എന്താ പറയുക, ഈ പാമ്പും കോണിയൊക്കെ കളിക്കുമ്പോൾ ഇടുന്ന ഒരു കട്ടയുണ്ടല്ലോ, ആ കട്ട പോലെയുള്ള ഒരു 4-5 കട്ടകൾ ഇങ്ങനെ ഒരു സ്കെയിൽ കടിച്ച് പിടിച്ചിട്ട് അതിൻ്റെ മുകളിൽ ഇങ്ങനെ മുകളിലായിട്ട് കൈ തൊടാതെ വെച്ച് ഇങ്ങനെ കൊണ്ടുപോയി ഒരു ബൗളിലേക്ക് ഇടുക എന്നുള്ളതായിരുന്നു ഇതായിരുന്നു അവർക്ക് കൊടുത്തിരുന്ന ടാസ്ക്. അതിനകത്ത് ഫാമിലിയുടെ ഫോട്ടോ റെഡിയാക്കുന്നതിൽ ഷാനവാസ് പെട്ടെന്ന് തന്നെ അത് റെഡിയാക്കിയിട്ട് അടുത്ത ആ കട്ടകളിങ്ങനെ അടുക്കി വെച്ച് ഇങ്ങനെ സ്കെയിലിൽ കൊണ്ടുപോകുന്ന ടാസ്കും ഷാനവാസ് ചെയ്തു. പക്ഷേ ഷാനവാസ് ചെയ്തപ്പോൾ 1-2 പ്രാവശ്യം അത് 1-2 അല്ല 4-5 പ്രാവശ്യം ഷാനവാസിൻ്റെ കയ്യിൽ വീണു പോവുകയും ഷാനവാസിന് ദേഷ്യവും സങ്കടവും ഒക്കെ വന്നിട്ട് ഇങ്ങനെ തൊഴിച്ച് തെറിപ്പിക്കുമ്പോഴൊക്കെ കാണിക്കുന്നുണ്ട്. നമുക്കത് കാണുമ്പോൾ നമുക്കും നമ്മളുടെ ഉള്ളിലൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം ഇനിയിപ്പോൾ അതായത് ബിഗ് ബോസ് പറയുന്നുണ്ട്, ഇത് നിങ്ങൾ കൃത്യമായിട്ട് ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫാമിലിയെ കാണാൻ സാധിക്കുകയില്ല എന്നുള്ള രീതിയിലൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ അതുപോലെ ഷാനവാസ് പക്ഷെ അത് ചെയ്ത് കഴിഞ്ഞിട്ട് ഫാമിലിയെ കാണാനായിട്ട് പോയി. പിന്നീടല്ല അനീഷിൻ്റെ ഊഴം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ അനീഷിന് അവൻ്റെ ഫാമിലി ഫോട്ടോ പോലും കൃത്യമായിട്ട് പസിൽ അടുക്കി വെക്കാനായിട്ട് സാധിച്ചില്ല എന്നുള്ളതാണ്. കാരണം അനീഷ് ആകെ വല്ലാത്തൊരു മാനസിക ബുദ്ധിമുട്ടിലും മാനസിക അവസ്ഥയിലുമാണ് ആ പസിൽ അടുക്കി വെക്കുന്നത് നമുക്ക് കണ്ടറിയാം. കാരണം പുള്ളിയുടെ അമ്മയുടെ ആ ഒരു ഭാഗം ഇങ്ങനെ വെക്കുമ്പോൾ കൃത്യമായിട്ട് പുള്ളിക്ക് അത് വെക്കാൻ സാധിക്കുന്നില്ല. പുള്ളിക്ക് ആകെ വെപ്രാളോ പരവേശമോ എന്തൊക്കെയുള്ള ഒരു സാഹചര്യത്തിലൂടെ പുള്ളി ഭയങ്കര മാനസികമായിട്ട് കടന്നു പോയിക്കൊണ്ടിരിക്കുക. കാരണം പുള്ളി അത് കഴിഞ്ഞിട്ട് അവരെ കാണുമ്പോൾ പറയുന്നുണ്ട്, നിങ്ങൾ എൻ്റെ ഫാമിലിയിൽ നിന്ന് ആരും വരുമെന്ന് ഞാൻ വിചാരിച്ചില്ല, അങ്ങനെയൊക്കെ പുള്ളി പറയുന്നുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നത് അമ്മയുടെ പസിൽ ഇങ്ങനെ അടുക്കുന്നതിന് താഴ്വശം, അതായത് താഴെ വെക്കേണ്ട കുറച്ച് ഭാഗങ്ങൾ അമ്മയുടെ പസിൽ താഴോട്ട് താത്തിയിട്ട് മുകളിൽ വെക്കേണ്ട കുറച്ച് ഭാഗം അനീഷിന് താഴെ വെച്ച് അങ്ങനെ കുറച്ച് മിസ്റ്റേക്ക് വന്നു. പിന്നെ അവസാനം ബിഗ് ബോസ് അത് എന്തെങ്കിലും ആവട്ടെ എന്നുള്ള രീതിയിൽ ആ ടാസ്ക് മാറ്റിയിട്ട് അതുപോലെ കട്ടകൾ അടുക്കി വെച്ചുള്ള ടാസ്ക് ചെയ്യാനായിട്ട് കൊടുത്തു. അതും അനീഷിന് കംപ്ലീറ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എന്നിട്ട് അനീഷ് ഇത് കംപ്ലീറ്റ് ചെയ്തിട്ട് അങ്ങനെയല്ല ചെയ്യുന്നതെന്നൊക്കെ ബിഗ് ബോസ് അതിനിടയ്ക്ക് പറയുന്നുണ്ട്. എങ്കിൽ പോലും അനീഷ് അത് ഒരുവിധം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അമ്മയും സഹോദരനെയും കാണാൻ പോകാൻ പോലും പറ്റാതെ പുള്ളി തളർന്ന് അവിടെ നിലത്തിരുന്ന് കരയുകയാണ്. അമ്മയെന്നൊക്കെ വിളിച്ച് കരയുന്ന ഒരു ഭയങ്കര ഒരു വൈകാരികമായിട്ടുള്ള ഒരു സീനായിരുന്നു കേട്ടോ അത് കഴിഞ്ഞിട്ട് പോയി കാണുന്നു. ഭയങ്കര സന്തോഷം നമുക്ക് തന്നെ ഉണ്ടാക്കുന്ന ഒരു സീനായിരുന്നു അത്. ഇങ്ങനത്തെ ഒരു ടാസ്ക് ആയിരുന്നു ഇന്നലെ ബിഗ് ബോസിൽ അവിടെ കൊടുത്തിരുന്നത്. കഴിഞ്ഞ പ്രാവശ്യത്തെ ഒരു ടാസ്ക് അല്ലെങ്കിൽ ഇതിന് മുന്നേ ഉണ്ടായിരുന്ന ബിഗ് ബോസിലുള്ള ടാസ്ക് എന്നൊക്കെ പറഞ്ഞാൽ ഫാമിലി വീക്ക് എന്ന് പറഞ്ഞാൽ പെട്ടെന്നൊരു സൗണ്ട് കേൾക്കാം, ആരുടെ ഫാമിലിയാണെന്ന് നമുക്ക് വരുന്നതെന്ന് അറിയാൻ പറ്റില്ലായിരുന്നു. കയറി വരുമ്പോഴാണ് ഇന്നയാളുടെ ഫാമിലിയാണെന്ന് കാണുകയും പെട്ടെന്ന് ഞെട്ടി അങ്ങനെ ഒരു ഭയങ്കരമായിട്ടുള്ളൊരു അനുഭവമാണ് കഴിഞ്ഞ പ്രാവശ്യത്തെ. പക്ഷേ ഈ പ്രാവശ്യത്തെ ഇന്നയാളുടെ ഫാമിലിയാണ് വരുന്നതെന്ന് മുൻകൂട്ടി അവർക്ക് അറിയുകയും അവരെ കാണാൻ ചെന്ന് നിൽക്കുകയും അവരുടെ ഭാവമാറ്റങ്ങൾ അങ്ങനെയൊക്കെയുള്ളൊരു രീതിയിലാണ് ഈ പ്രാവശ്യം ബിഗ് ബോസ് അത് ചെയ്തിരുന്നത്.
എന്തായാലും ഈ രണ്ടുപേരുടെ ഫാമിലി ഇന്നലെ വന്നിട്ട് തിരിച്ചു പോയി. അതിനകത്ത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എനിക്ക് കണ്ടിട്ട് അനീഷിൻ്റെയും ഷാനവാസിൻ്റെയും ഫാമിലി കണ്ട ആ ഒരു സാഹചര്യം ഭയങ്കര മാനസിക ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. പ്രത്യേകിച്ച് അവർ രണ്ടുപേരും നല്ലൊരു കോംബോ ആയിട്ട് നല്ല സുഹൃത്തുക്കളായിട്ട് നിൽക്കുന്ന സാഹചര്യത്തിൽ ഒന്നിച്ച് അവരുടെ ഫാമിലി വരുന്നു, അത് കഴിഞ്ഞിട്ട് പോകുന്നു. പിന്നെ അതുപോലെ ഫാമിലിയോട് ചോദിക്കുന്നുണ്ട് ആരെയാണ് നിങ്ങൾക്ക് ഈ ബിഗ് ബോസ് ഹൗസിൽ ഇഷ്ടം എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതിനകത്ത് അനീഷിൻ്റെ അമ്മ പറയുന്നത് ഷാനവാസിനെയാണ് കേട്ടോ. അതൊക്കെ നമുക്ക് ഭയങ്കരമായിട്ടുള്ളൊരു വൈകാരിക നിമിഷങ്ങൾ തരുന്ന ഒരു സീനായിരുന്നു. എന്തായാലും ഇന്നലെ ഇവരുടെ ഫാമിലി വന്നിട്ട് കടന്നു പോയിരിക്കുകയാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എനിക്ക് തോന്നിയത് ഇങ്ങനെയൊക്കെയാണ്. ഇത് നിങ്ങൾക്ക് എന്താണ് ഇതിൽ നിന്ന് തോന്നിയത് എന്നുള്ള ഒരു അഭിപ്രായം നിങ്ങൾ ഇതിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ പ്രാവശ്യത്തെ ബിഗ് ബോസ് ഹൗസിൽ നിങ്ങളുടെ ഇഷ്ട മത്സരാർത്ഥി ആരാണെന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അതുപോലെ അവിടെ നിൽക്കാൻ യോഗ്യതയില്ലാത്തവർ അല്ലെങ്കിൽ നന്നായിട്ട് കളിക്കുന്നില്ലാത്തവർ, ഇങ്ങനെയൊക്കെയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. നമുക്ക് നോക്കാം ആരായിരിക്കും ഈ പ്രാവശ്യത്തെ വിജയി, അല്ലെങ്കിൽ ആരായിരിക്കാം അതിന് സാധ്യതയില്ലാത്തവർ, അങ്ങനെയൊക്കെ ഉള്ളത് നമുക്കൊന്ന് അറിയുന്നതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.